പാഠം 557 പാരയാകുന്ന പന്തയങ്ങൾ. ക്യാമറ കൊഞ്ചു കൊഞ്ഞോണ്ട് എന്റെ അവിടത്തെ ഒരു വില്ലേജ് ഓഫീസ് കയറി വന്ന് ഒരു വില്ലേജ് ഓഫീസറുടെ കവളത്ത് നുള്ളണമെങ്കിൽ ക്യാമറയ്ക്ക് എന്തുമാത്രം അഹങ്കാരം ഉണ്ടായിരിക്കും. ഞാൻ കുറച്ച് ദേഷ്യത്തിൽ പുറത്തു പോകൂ എന്ന് മാത്രം പറഞ്ഞു. മോഹനേട്ടൻ കുറച്ച് ദേഷ്യത്തിൽ പുറത്തു പോകൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ശരിക്കും മനസ്സിലായി. മോഹനേട്ടൻ വളരെ വേണ്ടപ്പെട്ട ആളല്ലേ. കഴിഞ്ഞ ദിവസം ഞാനൊരു സോപ്പ് വാങ്ങാൻ ചെന്നപ്പോ പറയുക, മോഹനേട്ടനോട് ജീവിക്കുന്ന എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടുമെന്ന്. സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കൊടുക്കുന്നത് എന്റെ അറിവിൽ സ്വീഡിഷ് അക്കാഡമിയാണ്. രാജപ്പന്റെ അച്ഛൻ പ്ലാന്തോട്ടത്തിൽ ദാമോദരനല്ല. രാജപ്പന്റെ കടയിൽ നിന്ന് വാങ്ങിയ പേന ഒരു ദിവസം കഴിഞ്ഞപ്പോ തെളിയുന്നില്ല എന്ന് പറഞ്ഞ് മോഹനേട്ടൻ വഴക്കുണ്ടാക്കിയെന്നാണ് രാജപ്പൻ എന്നോട് പറഞ്ഞത്. അതല്ല സത്യം. പിന്നെ പേന തെളിയാതെ വന്നപ്പോ ഞാൻ രാജപ്പനോട് വളരെ മര്യാദയോട് പറഞ്ഞു, രാജപ്പ കടയിൽ വാങ്ങി വെക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം കുറയാതെ നോക്കേണ്ടത് കടയുടമയുടെ ഉത്തരവാദിത്തമാണ് എന്ന്. ആളുകളൊക്കെ മോഹനേട്ടനെ ചീത്ത വിളിക്കാതിരിക്കുന്നത്. എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞ വിവരം അറിയും. ഇത് ധിക്കാരം. മോഹനേട്ടൻ ആരാണെന്നാ മോഹനേട്ടൻ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നതേ അത്ര വലിയ കാര്യമൊന്നും അല്ല. 1600 വില്ലേജ് ഓഫീസർമാരില് ഒരാള്. ആളുകളോട് കുറച്ചും കൂടെ മാന്യമായിട്ട് പെരുമാറുണ്ടെങ്കിൽ അവരും തിരിച്ചങ്ങനെ പെരുമാറും. എന്നെ ആളുകൾക്ക് ബഹുമാനുണ്ടെന്ന് അങ്ങനെ തെളിയിക്കേണ്ട ആരും അയ്യോ, തോക്കൂന്ന് ഉറപ്പുള്ള പന്തയം അല്ലേലും ആരും വെക്കാറില്ല. ഞാൻ പറഞ്ഞതുപോലെ പന്തയം വെച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ നേരത്തോട്ട് നക്ഷത്രമാണ്. പോയിക്കോ. പിന്നെ ഹലോ സാർ, ഞാനാണ് സ്വയംപ്രഭ. എന്താ സ്വയംപ്രഭേ? വ്യവസ്ഥ ഇതാണെങ്കില് മോഹനേട്ടൻ കൂലി കൊടുത്ത ആളെ കൊണ്ടൊന്ന് പോഴ്ത്തി പറയിപ്പിക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ എങ്ങനെ പറയണം? പറയുന്നത് പൂർണ്ണമായും ആത്മാർത്ഥവും സത്യസന്ധവുമാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. എങ്ങനെയാണത് ബോധ്യപ്പെടേണ്ടത്? വക്കീലേ, ഉത്തമൻ കൃത്യസമയത്ത് വന്നു. ഒരു പന്തയം വെക്കുമ്പോ മൂന്നാമതൊരാളുള്ളത് നല്ലതാ. വ്യവസ്ഥകൾ ഉത്തമനെ ഉന്നയിച്ച് തീരുമാനിക്കാം. വാ. എന്നെ പറ്റി നല്ലത് പറയുന്ന എത്രയോ പേരുണ്ട് ഇവിടെ. എന്റെ വ്യവസ്ഥ ഇതാ. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ പേരിലോ വില്ലേജ് ഓഫീസിൽ ഏതെങ്കിലും ഒരു കടലാസ് ശരിയാക്കിയതിന്റെ നന്ദിയായിട്ടോ ആവരുത് ആ പുകഴ്ത്തല്. ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ കൈക്കൂല് കൊടുത്തോ ആകാൻ പാടില്ല. സമ്മതിച്ചു. അപ്പോ ഈ പന്തയത്തിന് ഉത്തമ സാക്ഷി. ഇന്നേക്ക് ഒരാഴ്ചക്കകം ഞാൻ കേൾക്കിയ ഒരാള് മോഹനേട്ടനെ പറ്റി നല്ലത് പറയണം. ഞാൻ സമ്മതിച്ചു. അപ്പൊ ബാക്കി ഭാഗം ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഇത്രയും സത്യസന്ധനായ മാന്യനായ ഒരാള് സർക്കാർ സർവീസിൽ ഇല്ലാന്നൊക്കെ അവളോട് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞ അവളിപ്പോ സാറിന്റെ ഒരു ആരാധികയാ. സാറിനെ നേരിൽ കണ്ട് ഒന്ന് സംസാരിക്കാന്നുള്ളത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്നും പറഞ്ഞു. അവളോട് സാറിനെ വന്ന് കാണാൻ പറയട്ടെ സാർ. സ്വയംപ്രഭ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടൊന്നുമല്ല. റവന്യൂ വകുപ്പിനെ പറ്റി ഒരാൾക്ക് ഒരു സംശയം ഉണ്ടായാൽ അത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ. സത്യഭാമിയെ പോലൊരു ഭാര്യയെ കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനേ എന്ന്. സത്യവാലന്റെ ഭാര്യയും സത്യവാലനും തമ്മിൽ എപ്പോഴും വഴക്കല്ലേ. ഞാനാണെങ്കിൽ വളരെ സ്നേഹമായിട്ട് മാന്യമായിട്ട് പെരുമാറാറുള്ളൂ. അതുകൊണ്ട് സത്യവാലൻ എന്നെ പറ്റി നല്ല പറഞ്ഞു. അതുപോലെ പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. കൊള്ളാം. സത്യപാലന്റെ ഭാര്യ അഹങ്കാരിയോ ധിക്കാരിയോ ആയതുകൊണ്ട് സത്യപാലൻ നിന്നെ പറ്റി നല്ലത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിന്നെ പോലൊരു ഭാര്യയുള്ള ഞാൻ നാട്ടിലിറങ്ങി സകല പെണ്ണുങ്ങളോടും നിങ്ങളായിരുന്നു എന്റെ ഭാര്യയെങ്കിൽ, നിങ്ങളായിരുന്നു എന്റെ ഭാര്യയെങ്കിൽ, നിങ്ങളായിരുന്നു എന്റെ ഭാര്യയെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ എന്ന് പറഞ്ഞു നടക്കണമായിരുന്നല്ലോ. നിന്റെ വീടായത് ഭാഗ്യം. മോഹനേഷ്ണ സാർ ലോകത്തിലെ ഏറ്റവും സത്യസന്ധനും മാന്യനുമായ മനുഷ്യനുമാണെന്നൊക്കെ ഇവിടെ വന്ന് പുകഴ്ത്തി പറയണമെന്ന് സ്വയംപ്രഭ പറഞ്ഞിരുന്നു.